ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായല്ലോ അല്ലേ എന്താണെന്ന്. കർക്കിടക മാസമൊക്കെയാണ്. അപ്പോൾ കർക്കിടക കഞ്ഞി, അതായത് പൈറ്റ് കഞ്ഞിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ കുറേ ആയി പറയുന്നു പൈറ്റ് കഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വെച്ചു കൊടുത്തില്ല. ഞാൻ അവസാനമായി മഴയൊക്കെ വിടട്ടെ, ഒന്ന് ജലദോഷം അല്ലെങ്കിൽ വരുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കേണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ മഴയൊക്കെ വിട്ട് നല്ല വെയിലായപ്പോൾ ഞാൻ വെച്ചതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ. അടുപ്പിൽ ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ചെറുപയർ ഒരു അരനാഴി അരനാഴി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ അരിയും ഞാൻ നാവിരി എടുത്തു കേട്ടോ. അപ്പോൾ ഇത് രണ്ടും, അരനാഴി ചെറുപയറും അതേപോലെ നാവിരി അരിയാണ് എടുത്തത്. അപ്പോൾ പിന്നെ തേങ്ങ ഒരു മൂടി ചിരകിയിട്ടുണ്ടായിരുന്നു. ഞാനിത് ഉച്ചയ്ക്ക് ഒരു 2:30 ആകുമ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ്. ഞാനിപ്പോൾ വെക്കുന്നത് 6 മണിയായി കേട്ടോ. സമയം വൈകിട്ട് 6 മണിയായി. അപ്പോൾ 2:30 ആകുമ്പോൾ ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ അതേപോലെ അരി പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പിഴങ്ങലരിയല്ല. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ്. അപ്പോൾ അത് ഞാൻ നന്നായി ചുടുവെള്ളത്തിലിട്ടിട്ട് ചുടുവെള്ളം ഒഴിച്ച് നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. അതേപോലെ ചെറുപയറും നന്നായി കഴുകിയെടുക്കണം. കുക്കറിൽ വെക്കുന്നതാണ് ഏറ്റവും എളുപ്പപ്പണി, നല്ല വേഗം ആവും. പക്ഷേ ടേസ്റ്റ് ഇതേപോലെ കിട്ടില്ല കേട്ടോ. എല്ലാവരും കുക്കറിൽ തന്നെയാണ് വെക്കാറ്, മിക്ക ആൾക്കാരും. പക്ഷെ ഞാൻ അടുപ്പിലാണ് വയ്ക്കുക. എന്നെക്കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ അടുപ്പിൽ വെക്കും കേട്ടോ. ബാക്കി കുക്കറിലാണ് വയ്ക്കുള്ളൂ. അപ്പോൾ അരി നന്നായി 2-3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്കിനി ഈ അരിയും ചെറുപയറും നമ്മൾ കഴുകി വെച്ചത് നമുക്ക് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. അരിയും ചെറുപയറും, നാവിരി അരി പച്ചരി എടുത്തു. അതേപോലെ അരനാഴി ചെറുപയർ. മെയിനായിട്ട് ഒപ്പം വേഗം വെള്ളത്തിലിടാണ്ടിരുന്നാൽ ചിലപ്പോൾ കടിക്കാൻ ചില കള്ളപ്പയറുകളുണ്ടാവും. അപ്പോൾ അത് നമുക്ക് കടിക്കും. അപ്പോൾ ഇതാകുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് കുതിർന്നു കഴിഞ്ഞാൽ വേഗം വേകാനും എളുപ്പമാണ്. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ, നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ തിളയ്ക്കുമ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു ആ ചെറുപയറിൻ്റെയും അരിൻ്റെയും. ഞാനപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർത്തു പോയിട്ടാ. ചെറുപ്പത്തിലാണ് സ്കൂളിൽ പൈറ്റ് കഞ്ഞി അതേപോലെ അംഗൻവാടിയിലൊക്കെ കിട്ടിയത്. ഇപ്പോഴൊന്നും കിട്ടില്ലല്ലോ. അംഗൻവാടി പോണ കുട്ടികൾക്ക് കിട്ടുമായിരിക്കും, എന്നാലും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതൊരു ഓർമ്മയാണ്. കഞ്ഞി കുഴുക്കി കടല തരും, അതേപോലെ അല്ലേ കഞ്ഞിയും കടലയും. അതൊക്കെ നല്ല ടേസ്റ്റാണ്. ഉപ്പിട്ട് വെറുതെ വേവിച്ച കടല അന്ന് തിന്നാൻ വെറുതെ പാവടയുടെ പോക്കറ്റിലൊക്കെ ഇട്ട് ഞാൻ കുറെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ലേശം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ കുറുകിയിട്ടുണ്ട്. ഞാൻ ചെറുപയറൊക്കെ വന്ന ശേഷമാണ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തത്. ഇനി അടുത്തത് നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർക്കാം. ഞാൻ ഒരുപാട് ലൂസാക്കും, വെള്ളം പോലെ ആക്കുന്നില്ല. പൈറ്റ് കഞ്ഞി പറഞ്ഞാൽ എനിക്ക് വെള്ളം പോലെയാണ് ഇഷ്ടം. പക്ഷെ കുട്ടികൾ നമ്മൾ വൈകുന്നേരം കൊടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ 2 പ്രാവശ്യം മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പോകും. പിന്നെ ഭയങ്കര വിശക്കും, അവർ കരയാൻ നിൽക്കും, പ്രത്യേകിച്ച് പാറു. അപ്പം അതുകൊണ്ട് ഞാൻ കുറുകിയിട്ട് പൈറ്റ് ചോറ് പോലെ നല്ല കട്ടിയിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കർക്കിടക മാസം ഞങ്ങൾ 3 ദിവസമാണ് വെക്കാറ്. ഒരു ചെറുപയർ കഞ്ഞി 3, അതേപോലെ കോറ 3, വെന്തയക്കഞ്ഞി 3. ഞാനിപ്പോൾ വേറെ ഒന്നും വെച്ചിട്ടില്ല, ഈ പൈറ്റ് കഞ്ഞി തന്നെ വെച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് ഉപ്പൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് നല്ല പാകമാക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായി ഇളക്കി കൊടുത്ത്. അപ്പോൾ ചെറുപയറും പച്ചരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കറി പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും വേണ്ട. പിന്നെ ചമ്മന്തി, കപ്പളമുളക് ചുട്ട ചമ്മന്തിയൊക്കെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ കിണ്ണത്തിൽ ആറാൻ വെച്ചിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കാണാൻ തന്നെ നല്ല ഒരു പച്ചരിയാണ് ടേസ്റ്റ്, ഒരുപാട് ടേസ്റ്റ്. പിഴുങ്ങലരിഞ്ഞും വെച്ച് എനിക്ക് തോന്നിയത് പച്ചരിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ്, കാണാനും നല്ല ചന്തമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. കർക്കിടക മാസം കഴിയാനായി, എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ കഞ്ഞി വെച്ചത്. അപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ ചിലവിടെ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇടും, പക്ഷെ ഞാൻ ഒന്നും ചേർക്കില്ലാത്ത തനി നാടനായിട്ട് പൈറ്റ് കഞ്ഞി വെച്ചാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായി എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.